റമളാന്റെ ശ്രേഷ്ഠത നീ അറിഞ്ഞാൽ പിന്നെ എന്നും അതാകാൻ നീ കൊതിക്കും പൊന്നേ എന്നുള്ളതും നബി മുസ്തഫ പറയുന്നതാ. അത് ഇബ്നു മസ്ഊദാൽ റിവായത്തുള്ളതാ. അർശിൻ്റെ കീഴിൽ നിന്ന് റമളാൻ്റെ അവ്വലിൽ ഒരു കാറ്റ് വീശുന്നുണ്ട് എന്ന ഹദീസതിൽ സ്വർഗത്തിൽ ഇലകൾ മുഴുവനും ചലിക്കുന്നതാ. ഹൂറുൽ ഹിസാൻ അത് കണ്ടുടൻ പറയുന്നതാ, യാ റബ്ബനാ നീ നോമ്പുകാരിൽ നിന്നും ഇണ നൽകണേ ഞങ്ങൾക്കിതിൽ എന്നെന്നും. സുബ്ഹാനല്ലാഹ്. വരുന്നാൾ റമളാൻ നല്ല സുന്ദര രൂപമിൽ റബ്ബിൻ്റെ മുന്നിൽ വീഴുമെന്ന് സുജൂദതിൽ പറയും ഇലാഹദിനോട്, ആരോ നിന്നുടെ ഹക്കൊക്കെയും പാലിച്ചു എന്നാൽ അവരുടെ കൈ നീ പിടിച്ചും കൊണ്ടുവന്നോ ഇന്ന്. തേടി പിടിച്ചുടൻ തന്നെ മുന്നിൽ വന്ന് ചോദിക്കും അപ്പോൾ റബ്ബ് റമളാനോട്, എന്താണ് ഞാൻ ചെയ്യേണ്ടതും ഇവനോട്? തലയിൽ ധരിക്കാൻ താജ് നീ നൽകേണ്ടതാ, കൂടാതെ കയറാനായി ബുറാക്കും വേണ്ടതാ. ഫിർദൗസിനുള്ളിൽ അവനെയും വസിപ്പിക്കണേ, ഹൂറുൽ ഹിസാനെയും 1000 നീ നൽകണേ. സുബ്ഹാന ജല ജലാലുഹു. നബിയുടെ ജവാറിലും അവനെ നീ ആക്കേണ്ടതാ. ഇവയൊക്കെയും വഴിപോൽ ഹദീസിൽ വന്നതാ. ശംസും ഖമർ നക്ഷത്ര പക്ഷികൾ മത്സ്യവും നോമ്പുള്ളവർക്ക് ദുആ ഇരക്കും നിത്യവും. റൂഹുള്ളതായി ഈ ഭൂമിയിൽ വസിക്കുന്ന കുല്ലും ദുആ ചെയ്യും പിശാചില്ലെന്ന. ഇൽമിൻ്റെ സദസ്സിൽ പോയിരുന്നാൽ അന്ന് 1 വർഷമുള്ള ഇബാദത്താ ഖദമിന്നെ. അർശിൻ്റെ തണലവനുണ്ട് നബിയോടൊപ്പമായി എന്നും ഹദീസിൽ നോക്ക് കാണാം വ്യക്തമായി. ജമാഅത്തായി നീ നിസ്കരിച്ച മാസമിൽ 1 റകഅത്തിനൊരു രാജ്യമാണ് സ്വർഗമിൽ. അല്ലാഹുമ്മ ജഅൽനി മിൻ അഹ്ലിൽ ജന്ന യാ റബ്ബൽ ആലമീൻ.